എല്ലാവർക്കും മേക്സ് വിൻഡോസ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ആലുവയിലെ പ്രസിദ്ധമായ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ്. ദക്ഷിണേന്ത്യയിലെ ശിവപാർവതി ക്ഷേത്രങ്ങളിൽ ജനലക്ഷങ്ങളെ ആകർഷിക്കുന്ന മഹാക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. ആദിശങ്കരൻ്റെ ജന്മം കൊണ്ട് പവിത്രമായ എറണാകുളം ജില്ലയിലെ കാലടിക്ക് സമീപമാണ് ഭക്തജനങ്ങൾക്ക് അഭയവും ആശ്രയവുമായി തിരുവൈരാണിക്കുളം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആലുവയിൽ നിന്നും പെരുമ്പാവൂരിൽ നിന്നും വരുന്ന ഭക്തജനങ്ങൾക്ക് ആലുവ പെരുമ്പാവൂർ KSRTC ബസ് റൂട്ടിലൂടെ 8 കിലോമീറ്റർ സഞ്ചരിച്ച് മാറമ്പള്ളി ജംഗ്ഷനിൽ നിന്ന് വടക്കോട്ട് തിരിഞ്ഞ് ശ്രീമൂലം പാലം വഴി 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. കാലടിയിൽ നിന്നും വരുന്നവർക്ക് കാലടി ആലുവ റോഡിലൂടെ 8 കിലോമീറ്റർ സഞ്ചരിച്ച് ശ്രീമൂലനഗരം വല്ലം റോഡ് വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ദേശീയപാത വരുന്നവർക്ക് ദേശം ചൊവ്വര ശ്രീമൂലനഗരം വഴിയിലൂടെ 11 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ശിവപാർവതിമാർ അനഭിമുഖമായി ഇരിക്കുന്ന അപൂർവ ക്ഷേത്രമെന്ന ഖ്യാതിയും വർഷത്തിൽ 12 ദിവസം മാത്രമേ മംഗല്യവരദായിനിയായ ദേവിയുടെ നട തുറക്കുകയുള്ളൂ എന്ന വിശേഷതയും തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തെ ഇതര ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. ശ്രീ മഹാദേവന് പതിവായി പൂജകളും വഴിപാടുകളും നടത്തുന്ന ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. എന്നാൽ ശ്രീ പാർവതി ദേവിയുടെ നട വർഷത്തിൽ ധനുമാസത്തിൽ തിരുവാതിര നാൾ മുതൽ 12 ദിവസമേ തുറക്കാറുള്ളൂ. പാർവതി ദേവിയുടെ നട വർഷത്തിൽ 12 ദിവസം മാത്രമേ തുറക്കുകയുള്ളൂവെങ്കിലും നിത്യവും വഴിപാടുകൾ നടത്താവുന്നതാണ്. ഈ QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ക്യൂവിൽ നിൽക്കാതെ വഴിപാടുകൾ നടത്താവുന്നതാണ്. മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനമായി മഹാദേവനെയും പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീ പാർവതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ശ്രീ പാർവതി ദേവിയെയും സതീദേവിയെയും ഒരേ മതിൽക്കെട്ടിനകത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമെന്ന പ്രത്യേകതയും തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിനുണ്ട്. ശ്രീകോവിലിനു മുന്നിൽ നന്ദികേശ്വരൻ്റെ വിഗ്രഹവും ശ്രീകോവിലിനോട് ചേർന്ന് കിഴക്കോട്ട് ദർശനമായി വിഘ്നേശ്വരനും ഉണ്ട്. ചുറ്റുമതിലിനുള്ളിലും 4 അമ്പലത്തിനു പുറത്തും പടിഞ്ഞാറ് അഭിമുഖമായി മിഥുനം രാശിയിൽ വിശ്വമാതാവായ സതീദേവിയുടെയും കാളിയുടെയും വിഗ്രഹങ്ങളുണ്ട്. ധർമ്മശാസ്താവ് കലിയുഗവരദൻ കന്നി രാശിയിലും 4 ആയുധധാരികളായ മഹാവിഷ്ണു കിഴക്കോട്ട് ദർശനമായി കുംഭം രാശിയിലും ഇരിക്കുന്നു. ഉത്സവ ദിവസങ്ങളൊഴികെ സാധാരണ ദിവസങ്ങളിൽ പുലർച്ചെ 4:30 മഹാദേവന്റെ നട തുറക്കും. ഉച്ചപൂജയ്ക്കു ശേഷം 11 മണിക്ക് നടയടയ്ക്കും. വൈകുന്നേരം 5 മണിക്ക് നട തുറന്ന് അത്താഴ പൂജയ്ക്കു ശേഷം 7:30 നടയടയ്ക്കും. പ്രദോഷ ദിവസം പ്രദോഷ പൂജ ഉണ്ട്. നട തുറപ്പ് ഉത്സവകാലത്ത് പൂജാസമയങ്ങളിൽ മാറ്റമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ആലുവയിൽ വരുന്ന എല്ലാവരും തീർച്ചയായും ഈ ക്ഷേത്രം സന്ദർശിക്കാൻ മറക്കരുത്.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് മേഘ സൈനിങ് ഓഫ്.